അരളിപ്പൂവിന്റെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കിയതായി ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. നിവേദ്യം, അർച്ചന എന്നിവയിൽ നിന്നാണ് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം പുഷ്പാഭിഷേകത്തിന് അരളിപ്പൂവ് ഉപയോഗിക്കാം. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അർച്ചന, നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ഉപയോഗിച്ചിരുന്ന പുഷ്പമാണ് അരളിപ്പൂവ്. അരളിപ്പൂവിൻ്റെ ഉപയോഗം ഇപ്പം ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുകയാണ്. കാരണം ഈ പൂവ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ പൂവ് ഉള്ളിൽ ചെന്ന ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അരളി ചെടി, അതിൻ്റെ ഇല കഴിച്ച് ഒരു പശു ചാകുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്ന ഒരു സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ഇന്ന് അടിയന്തരമായി ദേവസ്വം ബോർഡിൻ്റെ യോഗം കൂടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗം കൂടിയ ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് നിവേദ്യം, അതേപോലെ തന്നെ അർച്ചന എന്നീ ഇനങ്ങളിൽ നിന്നും അരളിപ്പൂവ് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. കാരണം ഇത് ഭക്തരുടെ കയ്യിലേക്ക് നേരിട്ട് എത്തുന്ന സാധനങ്ങളാണ്. നിവേദ്യം എന്ന് പറയുമ്പോൾ നിവേദ്യത്തിനൊപ്പം അതിന് ഉപയോഗിച്ച പുഷ്പം എന്നുള്ള നിലയിൽ നിവേദ്യത്തിനൊപ്പം ഈ അരളിപ്പൂ കൂടി നൽകാറുണ്ടായിരുന്നു. അർച്ചന പുഷ്പം എന്നുള്ള നിലയിലും അർച്ചനയ്ക്കൊപ്പവും ഈ അരളിപ്പൂ നൽകാറുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഭക്തരുടെ കൈകളിലേക്ക് അത് നേരിട്ടെത്തുകയാണ്. അതുകൊണ്ട് ഈ പൂവ് നിവേദ്യം, അർച്ചന എന്നീ ഇനങ്ങളിൽ നിന്നും പൂർണ്ണമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയാണ്. എന്നാൽ ഈ അരളിപ്പൂവ് പുഷ്പാഭിഷേകത്തിന് ഉപയോഗിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. കാരണം നമുക്കറിയാം, ശബരിമല പോലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പടിപൂജയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അരളിപ്പൂവാണ്. കാരണം മറ്റ് പുഷ്പങ്ങളെ അപേക്ഷിച്ച് അരളിപ്പൂവിൻ്റെ ലഭ്യത കൂടുതലാണ്, അതിന് വില കുറവുമുണ്ട്. അരളിപ്പൂ സമ്പൂർണ്ണമായി ഒഴിവാക്കിയാൽ മറ്റ് പുഷ്പങ്ങൾ വെച്ച് മാത്രം പുഷ്പാഭിഷേകം നടത്തണമെങ്കിൽ വലിയ ചെലവ് വരും. അപ്പോൾ സാധാരണക്കാർക്ക് പുഷ്പാഭിഷേകം പോലുള്ള വഴിപാട് നടത്താൻ കഴിയാതെ വരും. അതുമാത്രമല്ല, പൂ കച്ചവടം നടത്തുന്നവരുടെ വലിയ നഷ്ടമുണ്ടാകും. ഈ പൂ സമ്പൂർണ്ണമായി ഒഴിവാക്കിയാൽ അവരുടെ വരുമാനത്തെ അത് ബാധിക്കും, അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അങ്ങനെ മാനുഷികമായ പരിഗണനകൾ കൂടി എല്ലാം വെച്ചിട്ടാണ് പുഷ്പാഭിഷേകത്തിൽ ഈ പൂ നിലനിർത്തുകയാണ്. എന്നാൽ അർച്ചന, നിവേദ്യം തുടങ്ങിയ ഇനങ്ങളിൽ നിന്നും അരളിപ്പൂവ് പൂർണ്ണമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒഴിവാക്കുന്നു. ശരി, അരളിപ്പൂവിന്റെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കിയതായി ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. നിവേദ്യം, അർച്ചന എന്നിവയിൽ മാത്രമാണ് പൂർണ്ണമായി ഒഴിവാക്കിയത്. അതേസമയം പുഷ്പാഭിഷേകത്തിന് അരളിപ്പൂവ് ഉപയോഗിക്കാം. വിവരം നൽകുകയായിരുന്നു MK വിനോദ്.